യൂറോപ്പ് ഒരു തകർച്ചയിലേക്കാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് യൂറോപ്പിൻ്റെ പ്രധാനപ്പെട്ട എക്കോണമികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം ഇനിയും എതിർക്രിസ്തു ഉയരാൻ പോകുന്ന കാര്യത്തിലേക്കുള്ള സിഗ്നൽ നൽകുന്നത്? എന്താണ് യഥാർത്ഥ ദൈവമക്കൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്? ദാറ്റ്സ് കമ്മിങ് അപ്പ്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും ഒരു ടീച്ചിങ് സെഷനിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. യൂറോപ്പ് പല പ്രതിസന്ധികൾ ഇപ്പോൾ ഒരുമിച്ച് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടിപ്പോൾ. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സെക്ടറുകളെല്ലാം തന്നെ ഇപ്പോൾ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതായത് രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട്. നാം ഈ കഴിഞ്ഞ ആഴ്ചകളുടനീളമായിട്ട് ഫ്രഞ്ചും ജർമ്മൻ ഗവൺമെൻറ്റുകളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു പ്രോബ്ലം ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ നേരിടുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ, സാമൂഹിക പ്രശ്നം. നമുക്കറിയാം, സ്റ്റെബിലിറ്റി ഇല്ലാത്ത പല രാജ്യങ്ങളിൽ നിന്ന് അനേക മൈഗ്രൻസും റെഫ്യൂജികളും യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കുക, അതും ആയിരക്കണക്കിന് എന്നുള്ള നമ്പറിലാണ് അവർ അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകൾ ഇവരെയും സപ്പോർട്ട് ചെയ്യുവാൻ അവരുടെ റിസോഴ്സസ് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ളൊരു മൾട്ടി എത്നിക് സൊസൈറ്റി മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന്, മറ്റു പല ഐഡിയോളജികൾ, മറ്റു പല മതങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ ഇപ്രകാരം യൂറോപ്പിലേക്ക് വരുന്നത് നിമിത്തം ക്രൈം ലെവലും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻസ്റ്റബിലിറ്റി, കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുക യൂറോപ്പിൽ. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വെസ്റ്റേൺ ഗവൺമെൻറ്റുകൾ, അതായത് അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും, ഇപ്പം അധികമൊന്നും യൂറോപ്പിലെ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഉക്രൈനിലോ പിന്നെ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ അധികമൊന്നും പണ്ടത്തെ പോലെ അവർക്ക് സ്വാധീനം ചെലുത്തുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയും കൂടായി. വെസ്റ്റിന് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ സ്വാധീനവും ശക്തിയും ഇപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കുമായി. നമുക്കിപ്പം യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട ശക്തമായിട്ടുള്ള രാജ്യങ്ങളെ ഒന്ന് നോക്കാം. ജർമ്മനി ഒന്ന് നോക്കി. ജർമ്മനിയാണ് യൂറോപ്പിലെ ഏറ്റവും ശക്തമായിട്ടുള്ള എക്കോണമി. അവരുടെ ആ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റികളായിരുന്നു യൂറോപ്പിൻ്റെ എക്കോണമിക് സ്ട്രെങ്ത്, സാമ്പത്തിക ബലത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ്. 2024 പല പ്രധാനപ്പെട്ട ജർമ്മൻ ബ്രാൻഡുകളും ഡൗൺ സൈസിങ് ആരംഭിച്ചു കഴിഞ്ഞു. അവർ ആയിരക്കണക്കിന് ജോലിക്കാരെ അവർ പറഞ്ഞു വിടുകയാണ്. കാരണം ഡിക്ലൈനിങ് പ്രോഫിറ്റ്സ്, ലാഭം കുറഞ്ഞു വരുന്നു. ഒക്ടോബറിൽ ഫോക്സ്വാഗൺ തന്നെ വലിയതായിട്ടുള്ള മാസ് ലേ ഓഫ്സ് അനൗൺസ് ചെയ്തു. കുറഞ്ഞത് 3 ജർമ്മൻ പ്ലാന്റുകളെയും അവർ ഷട്ട് ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ജർമ്മൻ ഇൻഡസ്ട്രിയൽ ജയൻറ്റ് ബോഷ് പറഞ്ഞത് അവർ ജോലിക്കാരുടെ ജോലി സമയവും ശമ്പളവും കുറയ്ക്കുകയാണ്. അതിനോടൊപ്പം 7000 ജോലിക്കാരെ പറഞ്ഞു വിടുകയും കൂടാ. അതിനുള്ള കാരണം അവർ പറഞ്ഞത് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി. പിന്നെ മറ്റൊരു ജർമ്മൻ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ജയൻറ്റ് തൈസൺ ക്രപ്പ് സ്റ്റീൽ പറഞ്ഞത് അവർ 11,000 ജോലിക്കാരെ പറഞ്ഞു വിടുന്നു. അതായത് അവരുടെ ജോലിക്കാരുടെ സ്ട്രെങ്തിലെ 40% വർക്ക് ഫോഴ്സിനെയാണ് അവർ പറഞ്ഞു വിടുന്നത്. പിന്നെ ഒരു മേജർ ജർമ്മൻ ട്രക്ക് മേക്കർ ഡെയിംലർ പറഞ്ഞത് അവർ ഒരു ജോബ് ഫ്രീസിനെ കൊണ്ടുവരികയാണ്, അവർ ജോലിക്കാരുടെ ജോലി സമയത്തെയും വെട്ടിക്കുറയ്ക്കുകയാണെന്ന്. ഇനിയിപ്പം ഫ്രാൻസിനെ നോക്കിയാലോ. ഫ്രാൻസാണ് യൂറോപ്യൻ യൂണിയനിലെ മറ്റൊരു ശക്തമായിട്ടുള്ള ഒരു രാജ്യം. ഈ കഴിഞ്ഞ നവംബറിൽ പല ഫ്രഞ്ച് കമ്പനികളിലും അവർ ലേ ഓഫ്സ് അനൗൺസ് ചെയ്തു. ഫ്രാൻസിൽ മിഷലിൻ എന്ന് പറയുന്ന കമ്പനി 2 പ്ലാന്റുകളെയാണ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞത്. പിന്നെ വടക്കൻ ഫ്രാൻസിൽ സ്റ്റീൽ വർക്കേഴ്സ് ഒരു സ്ട്രൈക്ക് തന്നെ നടത്തുകയായിരുന്നു. കാരണം ആഴ്സലർ മിറ്റൽ പറഞ്ഞത് 2 ഫാക്ടറികളെ പൂട്ടുകയാണെന്ന്. അത് നിമിത്തം ആയിരക്കണക്കിന് ജോലിക്കാരുടെ ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഈ സാമൂഹിക പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അവർ നേരിട്ടുകൊണ്ടിരിക്കുക. ടോപ്പ് ലീഡേഴ്സ്, ഉദാഹരണത്തിന് മറയോ ഡ്രാഗി എന്ന് പറഞ്ഞ മുമ്പുണ്ടായിരുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റും മുമ്പുണ്ടായിരുന്ന ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ പറഞ്ഞത് വേൾഡ് ട്രേഡ് ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്യുക, ജിയോ പൊളിറ്റിക്സ് ഫ്രാക്ചർ ചെയ്തുകൊണ്ടിരിക്കുക, ടെക്നോളജിയിലെ മാറ്റം വളരെ ഫാസ്റ്റായി നീങ്ങുക. ഇത്രയും നാളും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ചില ബിസിനസ് മോഡൽസ് ഇപ്പോൾ വെല്ലുവിളി നേരിടുകയാണ്. കാരണം മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചത് നിമിത്തം അതെല്ലാം ഇപ്പോൾ വൾണറബിലിറ്റികൾ, അതായത് അത് നിമിത്തമുണ്ടായ ബുദ്ധിമുട്ട് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്.
പ്രധാനപ്പെട്ട എക്കോണമികൾ നോക്കിയാൽ യൂറോപ്പാണ് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഏറ്റവും എക്സ്പോസ്ഡായി ഇരിക്കുന്നത്. നമ്മുടെ ട്രേഡ് ടു GDP റേഷ്യോ 50% പരം കവിഞ്ഞിരിക്കുക. നേരെ മറിച്ച് ചൈനയിൽ 37%, അമേരിക്കയിൽ അത് 27% ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് നമ്മളാണ് മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുന്നത്. നമ്മൾ കുറച്ച് സപ്ലൈസിനെ ആശ്രയിക്കുകയാണ്. നമ്മുടെ റോ മെറ്റീരിയൽസിനും നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജിക്ക് 80% പരവും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് നാം ഇമ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി പ്രൈസുകളാണ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത്. നാം പുതിയ ടെക്നോളജികളിൽ നാം വളരെ പുറകിലാണ്. ലോകത്തിൻ്റെ ടോപ്പ് 50 ടെക് കമ്പനികളിൽ വെറും 4 മാത്രമാണ് യൂറോപ്യൻ. ആൻഡ് നമ്മളാണ് ഒരു യുദ്ധമുണ്ടായാൽ ഏറ്റവും ലീസ്റ്റ് പ്രിപ്പയർഡ്. നേറ്റോ കമ്മിറ്റ്മെൻറ്റ്സ് അനുസരിച്ച് നോക്കിയാൽ 2% അല്ലെങ്കിൽ അതിൽ കൂടുതലോ GDPയുടെ പണം സ്പെൻഡ് ചെയ്യുന്നത് വെറും 10 മെമ്പർ രാജ്യങ്ങൾ മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിൻ്റെ ഭാവിയെ ഓർത്ത് നാം എല്ലാം ആങ്ഷ്യസ് ആണ്. അദ്ദേഹം കൺക്ലൂഷനിൽ പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ നിലനിൽക്കുന്നത് തന്നെ യൂറോപ്പിൻ്റെ ഫണ്ടമെൻ്റൽ വാല്യൂസിനെ നിലനിർത്താനാണ്. അത് ഡെമോക്രസി, സ്വാതന്ത്ര്യം, സമാധാനം, എല്ലാവർക്കും ഒരുപോലെയുള്ള അവസരം, സമൃദ്ധി. യൂറോപ്പിന് അത് ഇനിയും യൂറോപ്പിൻ്റെ ജനത്തിന് കൊടുക്കുവാൻ പറ്റില്ല എങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ അർത്ഥം തന്നെ പോയി എന്ന്. ബൈബിൾ പ്രവചനമൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ, ചില കാര്യങ്ങളിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് വീക്ഷിക്കുമ്പോൾ തന്നെ യാതൊരുവിധ സർപ്രൈസുമില്ല. ബൈബിൾ പറയുന്നു ദാനിയേൽ 9:26-27 പ്രകാരം എതിർ ക്രിസ്തു പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം, അതായത് ഇന്നത്തെ പ്രസന്റ് ഡേ യൂറോപ്യൻ യൂണിയൻ, അതിൽ നിന്നായിരിക്കും പൊങ്ങി വന്ന് ലോകത്തെ ടോട്ടൽ ഡോമിനേഷനിൽ ഭരിക്കുവാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ നടുവിൽ പരിഹാരത്തിനായി നോക്കുകയാണ്. ആരാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കണ്ടീഷനായി വരികയാണ്. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി അതിൽ നിന്ന് വരുവാൻ അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ആ ഒരു വ്യക്തിയാണ് ബൈബിൾ വിളിക്കുന്നത് എതിർ ക്രിസ്തു. നിങ്ങൾ ഈ സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടോ? ഞാനിതിനു മുമ്പ് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. 7 വർഷത്തെ മഹോദരവ കാലത്തിൽ ലോകത്തിൽ നിലനിൽക്കുന്ന 3 പ്രധാനപ്പെട്ട പവർ ബ്ലോക്കുകൾ. ആ ഒരു സന്ദേശവും ഇതുമായിട്ടൊക്കെ കാണുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇതിനോടെല്ലാം ഒപ്പം യെഹെസ്കേൽ 38 കാണുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേറ്ററി സന്ദേശത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ദൈവജനത്തോട്, രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവജനത്തോട് ചോദിക്കുവാനായിട്ടുള്ളത്, ലോകം എതിർ ക്രിസ്തുവിൻ്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ചോദ്യം, സത്യസഭയെന്ന് വിളിക്കപ്പെടുന്ന നാം യേശു തൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടലിൽ, ഉൽപ്രാവണത്തിൽ, റാപ്ചറിലുള്ള ആ ഒരു വരവ്, അതിനുവേണ്ടി സത്യസഭയായ നാം ഒരുങ്ങിയിട്ടുണ്ടോ? നാം വിചാരിക്കുന്നതിലും വളരെ അടുത്ത് വരികയാണ് ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ. എന്തുകൊണ്ടാണ് റാപ്ചർ ആദ്യം വരുന്നത്? അതിനെപ്പറ്റിയുള്ള എല്ലാ എക്സ്പ്ലനേറ്ററി സന്ദേശങ്ങളുടെ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി സമർപ്പണമെടുത്തവർ ആ യേശുവിന് പ്രസാദകരമായ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുവിൻ. ക്രിസ്തുവിന് വേണ്ടി സമർപ്പണം എടുത്തില്ല എങ്കിൽ ഇന്ന് ആ ഒരു സമർപ്പണം ഒന്ന് എടുക്കാമോ? യേശുവിന് വേണ്ടി ജീവിക്കുക. കർത്താവ് നിങ്ങളെ വഴി നടത്തട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്ക്